Distance here. June 6th, second session. ഈ മൈൻഡിൽ റിവഞ്ചൊക്കെ എപ്പോഴാണെങ്കിലും ആക്റ്റീവ് ആവും. സോ ഓൾസോ ടേക്ക് എക്സ്ട്രാ കെയർ. എന്ന് വെച്ചാൽ അതായത് ഒരു പെയറിലെ പ്രോഫിറ്റ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രണ്ട് എൻട്രി ഒരു പെയറിലെടുത്ത് രണ്ടാമത്തെ ലോസിലൂടെ പോയി കഴിഞ്ഞാൽ മൈൻഡ് റിവഞ്ച് ആക്റ്റീവ് ആവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ഞാൻ ഈ വിക്ക് കണ്ടിട്ടാണ് സെല്ല് ചെയ്തത്. ഡോണ്ട് നോ, നമുക്ക് പെയർ ചേഞ്ച് ചെയ്യാം. ഇന്ന് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ OTC മാർക്കറ്റാണ്. ഫോക്കസ് ഇതൊരു ഡൗൺ ട്രെൻഡാണ് ഈ പെയറിൽ. ഇവിടെ ഇതൊരു വിക്ക് പോലെ ഹാമർ പോലെ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലെടുക്കാം. ആണെങ്കിൽ കുറച്ചുകൂടി മേലോട്ട് പോട്ടെ, കുറച്ചും കൂടി, അല്ലെങ്കിൽ നമുക്കിത് ലീവ് ചെയ്യാം. വേറെ നോക്കാം, മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടെ ആക്ച്വലി ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് വന്നത് താഴേക്ക്. ഇവിടെ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ തിരിച്ച് മേളിലോട്ട് അവിടെ വരെ പോയിട്ട് വീണ്ടും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റീസെൻ്റ്ലി എടുത്ത ട്രേഡ് ഇതായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നു. ഫോക്കസ് പലപ്പോഴും മൈൻഡ് ഒരു ഫോക്കസ് അല്ലാത്ത അവസ്ഥയിലോട്ട് പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് ഫുൾ ഫോക്കസിലോട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം അത് ഫുഡ് ഓരോ ഐറ്റം കഴിക്കുന്ന ഐറ്റം എൻജോയ് ചെയ്തല്ല കഴിക്കുന്നത്. എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഇപ്പോൾ ജനലിൽ കൂടി നോക്കി നല്ല നല്ല കാഴ്ചകൾ കാണുകയോ അങ്ങനെ കോൺഷ്യസ് ആയിട്ടല്ല നമ്മൾ ഓരോ നിമിഷവും യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ കോൺഷ്യസ് അല്ലാതെ ട്രേഡിങ് സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫുൾ ടൈം ട്രേഡിങ് സമയത്ത് കോൺഷ്യസ് ആയിരിക്കണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, കോൺഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലടിക്കാം. സപ്പോർട്ട് ലൈനാണ്. പക്ഷെ അവിടെ ചിലപ്പോൾ കുറേ നേരം പോയിട്ട് ഇങ്ങനെ കടന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പതുക്കെയുള്ള മൂവ്മെൻറ്റാണ്. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ട്രേഡൊക്കെ എടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഒരു 5 മിനിറ്റ് ട്രേഡ് എടുത്ത്, സപ്പോസ് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, കുറേ നേരം ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ 5 മിനിറ്റ് കൊണ്ട് താഴേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാമല്ലോ. അടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ എടുക്കണ്ടെന്ന് പറഞ്ഞ് വിട്ട ഐറ്റമാണിത്. നമുക്ക് ഇതിലൊരു റെസിസ്റ്റൻസ് ഏകദേശം ഏത് ഭാഗത്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് റെസിസ്റ്റൻസ് ആണ്. ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ആട്ടോ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ വെച്ചേക്കാണല്ലേ, ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു സെല്ലെടുക്കാം. മേഖലത്തെ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ മൾട്ടിപ്പിൾ സെല്ലെടുക്കാം. 2 സെല്ല് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് മേലോട്ട് പോകാൻ അങ്ങനെ ചാൻസ് ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല. സെല്ലെടുത്തു, വേറെ ഒന്നുമില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ, അതായത് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറേ നേരം ആയല്ലോ, പോകാമായിരുന്നല്ലോ. വലിയ ഗ്രീൻ ക്യാൻഡിലൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു ഈ സെഷൻ തുടങ്ങിയിട്ട്.
അടുത്ത 5 മിനിറ്റിലോട്ട് കിടന്നു. ടോട്ടൽ 15 മിനിറ്റാണ് ഈ സെഷൻ. സോറി, ഇതിൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ? റെസിസ്റ്റൻസിലൊന്ന് സെല് ചെയ്യാം. ഇവിടെ അല്ല നമ്മൾ നേരത്തെ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എടുത്തത്. അതിനിപ്പോൾ അതെ, 3 മിനിറ്റും കൂടി. ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു ട്രേഡ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ അനാലിസിസ് യൂറോ JPY നടത്തിയത്. ഇവിടെ അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ഗ്രീൻ ക്യാൻഡിലൊന്നും മേലോട്ട് പോകണം. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടായില്ല. കറക്റ്റ് എൻട്രി ആയിരുന്നു, പ്രോഫിറ്റ് ആയത്. ടു മിനിറ്റ് മോർ ഹിയർ. അപ്പോൾ ഇവിടെ എടുത്ത ട്രേഡ് ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അതായത് ഞാൻ നോർമലി ട്രേഡ് ചെയ്യുന്നത് 1 മിനിറ്റിലാണ്. ചില സമയത്ത് മാത്രം 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് എടുക്കാറുണ്ട്, വളരെ അപൂർവമായി മാത്രം. അപ്പോൾ അങ്ങനെ ടൈമർ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ എക്സ്പയറി ഇതിലിപ്പോൾ 5 മിനിറ്റ് സെലക്ട് ചെയ്താൽ നമുക്കിപ്പോൾ 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ കുറേ ടൈം എടുത്താണ് ഇങ്ങനെ താഴേക്കുള്ള ഡൗൺ ട്രെൻഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞാലോ 2 മിനിറ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞാലോ ചിലപ്പോൾ മേലോട്ട് വന്ന് ലോസ് ആക്കിയിട്ട് പിന്നെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈമിങ് കൂട്ടിയെടുത്ത് ആ ട്രേഡ് എൻട്രി ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്രാഫ് നോക്കിയിട്ട് ആ രീതിയിൽ അനലൈസ് ചെയ്ത് ട്രേഡ് എൻട്രി എടുക്കുക. ലോട്ട് സൈസ് ഒരിക്കലും ഒരു സെഷനിൽ മാറ്റരുത്. പിന്നെ 1.6 ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കണം. ഒരിക്കലും അത് ഒരു ദിവസം ചേഞ്ച് ചെയ്യരുത്. ഒരു ദിവസം ഫുൾ അത് തന്നെ ഇരിക്കണം. ഒരു സെല്ലടിച്ച്, സിംഗിൾ സെല്ല്. ഇപ്പോൾ ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ആയതിനു ശേഷമോ, അതായത് ഗ്രീൻ അധികം വിക്കില്ലാത്തൊരു ക്യാൻഡിലായതിനു ശേഷമോ, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിന് ഏറ്റവും മുകൾ ഭാഗത്ത് വന്നതിന് ശേഷമോ നമുക്ക് മൾട്ടിപ്പിൾ സെല്ല് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സെല്ലെടുത്തത് എന്നല്ല, കുറച്ച് നേരത്തെ ഉണ്ടായ ഗ്രീൻ ക്യാൻഡിലെല്ലാം വളരെ വിക്കുള്ള കുഞ്ഞ് ക്യാൻഡിലുകളാണ്. അപ്പോൾ സെല്ലിങ്ങിന് ഇവിടെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ വീണ്ടും നമുക്ക് റീ എൻട്രി നടത്താവുന്നതാണ്. വെച്ചാൽ ഒരു ഇൻവേർട്ടർ ഹാമർ പോലെയാണ് ഇവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം, പറയാൻ പറ്റില്ല. BHTC നേരത്തെ എടുത്ത ട്രേഡ് അത് പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. വളരെ നല്ലൊരു എൻട്രി ആയിരുന്നു എന്ന് പറയുന്നത്. ഗുഡ് ഡിസിഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാം. റെസിസ്റ്റൻസിലാണ്, പക്ഷേ മേ ബി കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു സെറ്റപ്പ് കിട്ടിയാലോ. എന്നുവെച്ചാൽ ഇവിടെ ഒരു മീഡിയം ലെവലിലുള്ള ട്രേഡേഴ്സ്, അതായത് ബിഗിനേഴ്സ് അല്ല, അതിന് മുകളിലുള്ള ട്രേഡേഴ്സൊക്കെ ചിലപ്പോൾ ഇവിടെ അതായത് മീഡിയം ട്രേഡേഴ്സും ബിഗിനേഴ്സും ചിലപ്പോൾ ഇവിടെ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് എല്ലാം ഇവിടെ സെല്ല് ചെയ്യില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. അവരും ചിലപ്പോൾ ഇവിടെ ബൈ ചെയ്ത് കുറച്ചുകൂടി പ്രൈസ് മേലോട്ട് കൊണ്ടുപോയിട്ട് അടുത്ത ഒരു റെസിസ്റ്റൻസിലായിരിക്കാം സെല്ല് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സെല്ല് ചെയ്യാമായിരുന്നു. വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി വരും. എടുത്തു. നല്ല എൻട്രി ആണ്. ബാക്കി നമുക്ക് അറിയാൻ പാടില്ല എന്താ സംഭവിക്കാൻ പോകണമെന്ന്. അപ്പോൾ കൊച്ചി ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞാൻ പാടില്ല. സച്ചിൻ.
ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞു ഈ സെഷൻ. ഇനി 5 മിനിറ്റ് കൂടി ഉള്ളേ. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇപ്പോൾ നമ്മളെടുത്ത ട്രേഡ് ഇതിലൂടെ വേണമെങ്കിൽ ഒരു ബൈ നടത്താം. സ്കിപ്പിംഗ് ദാറ്റ്. അത് സ്കിപ്പ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, ഡൗൺ ട്രെൻഡിലല്ലേ. അപ്പം അവിടെ പോയി ബൈ എടുക്കുന്ന റിസ്ക്കാണ്. ഇത് കണ്ടോ, മുകളിലോട്ട് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ എന്തായാലും നമുക്കൊരു മൾട്ടിപ്പിൾ ട്രേഡൊക്കെ എടുക്കാം. ഇത് പ്രോഫിറ്റായി. നല്ല എൻട്രി ആയിരുന്നു. ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി വന്നു താഴേക്ക്. ഇത് മൊബൈലിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നടന്നുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്, ഇരിക്കുകയല്ല, വോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മൈൻഡ് അൺകോൺഷ്യസ് ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ ഒന്ന് കോൺഷ്യസ് ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നടന്ന്, അതുകൂടാതെ സംസാരിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നില്ലെങ്കിൽ കൂടി ട്രേഡ് എടുക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. നമ്മളുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മളുടെ മൈൻഡിനെ കോൺഷ്യസ് ആക്കി നിർത്താനും നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റായി പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനും സഹായിക്കും. ഓക്കെ, ഇവിടെ ചെയ്യാവുന്നത് ബയ്യിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി വേണമെങ്കിൽ നടത്താം. റിസ്ക്കിയാണ്, അല്ലെങ്കിൽ കണ്ടല്ലേ ഇത് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബയ്യിങ് കാണിക്കണ്ടല്ലോ. 2 മിനിറ്റ് എടുക്കണം. ബൈയിട്ട് വേറെ ഒന്നുമില്ല, കുറച്ചൊരു ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഭാഗത്തൊക്കെ ഇവിടെ അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കാണ്ട്, അതുപോലെ ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് ചാൻസ് കുറവാണ്, അതുകൊണ്ട് 2 മിനിറ്റ് എടുക്കും. ഇവിടെ താഴേക്ക് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇവിടെ റെസിസ്റ്റൻസ് തിരിച്ച് ഇവിടെ ഈ റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാം. അതായത് പ്ലാൻ മാറ്റാൻ കാരണം സെക്കൻഡ് റീടച്ചിൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് റീടച്ച് അറ്റ് റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട്. ഇനി കുറച്ച് മേലോട്ട് വന്ന് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീടച്ചാണ്. അപ്പോൾ ഇവിടെ സെല് ചെയ്യാൻ നോക്കുക. അതെ, ആക്ച്വലി ഇവിടെ സെല് ചെയ്യാവുന്നതായിരുന്നു കുറച്ച് നേരത്തെ. ഒരു സെല്ലെടുത്തു. എടുക്കാൻ കാരണം ഒരു ഇൻവെർട്ടർ ഹാമർ കൂടി ഉണ്ട്. പിന്നെ അതിനുശേഷം ടീസർ ബോട്ടം അല്ലെങ്കിൽ ടീസർ ടോപ്പ് എന്ന് പറയുന്ന ടൈപ്പ് സാധനം, അല്ലെങ്കിൽ ഡോജി എന്ന് പറയാം. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ സെല്ലെടുത്തത്. എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത് വിചാരിച്ച പോലെ തന്നെ വലിയ കാര്യമില്ലാത്തൊരു ഏരിയയാണത്. BHDC എന്ന് പറയും. ഇവിടെ പ്രോഫിറ്റായി, ഗുഡ് ട്രേഡായിരുന്നു. ഇവിടെ ഡബിൾ മൈൻഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. അത് പ്രോഫിറ്റ് ആയത് ഇവിടെ ലോസ് ആവുകയും ചെയ്തു. അങ്ങനെ അത് രണ്ടും വെട്ടിപ്പോയി. ഓക്കെ, ഈ സെഷൻ ടൈം കഴിഞ്ഞു. ഒരു 20 സെക്കൻഡ് കൂടി ഉള്ളൂ. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം.